ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഓൾ. നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഫ്രാക്ഷൻസാണ്. ഫ്രാക്ഷൻ്റെ അഡീഷനും സബ്ട്രാക്ഷനും ഒക്കെ കഴിഞ്ഞു. ഇനി ഡിസ്കസ് ചെയ്യുന്നത് ഡെസിമൽ ഫ്രാക്ഷൻസാണ്. എന്താണ് ഡെസിമൽ ഫ്രാക്ഷൻ? ഡെസിമൽ ഫ്രാക്ഷൻ ഈസ് എ ഫ്രാക്ഷൻ whose denominator is 10 or powers of 10 or multiples of 10. അതായത് ഡിനോമിനേറ്റേഴ്സ് 10 അല്ലെങ്കിൽ 10ൻ്റെ പവറുകൾ, അതായത് ഏതൊക്കെ 100, 1000, 10,000 ഇങ്ങനെ വരും, എക്സെട്ര. ഓക്കെ, അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ ചെയ്തൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. 12.32556 ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഓക്കെ, ഇതിനെങ്ങനെ ഫ്രാക്ഷനാക്കി എഴുതാം എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഈ ഡെസിമൽ കഴിഞ്ഞിട്ടുള്ള സംഖ്യകളെ എന്താണ് മീൻ ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. 12 നമുക്ക് എങ്ങനെ എഴുതാം? 1 × 10, ഒറ്റ 10 ഒന്നല്ലേ വരുന്നത്. 12ൻ്റെ ഇതൾ വൺസ്, ടെൻസ് അങ്ങനല്ല പോകുന്നത്. പ്ലസ് 2 × 1 ഇതില്ലേ 12. പ്ലസ് നമ്മളെന്താ പറഞ്ഞത്? ഡെസിമൽ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് എന്താണ് പറഞ്ഞത്? ഡിനോമിനേറ്റർ 10 അല്ലെങ്കിൽ 10ൻ്റെ മൾട്ടിപ്പിൾസ് അല്ലെങ്കിൽ പവറൊക്കെ വരുന്നതാണ്. അപ്പം 0.3 നമുക്ക് 0.3 നമുക്ക് എങ്ങനെ എഴുതാം? 3/0.3 ആണ്. സോ 3/10 വരും. എത്ര 0 ഉണ്ടോ അത്ര സ്ഥാനം മാറ്റി ലെഫ്റ്റിക്ക് പോയിൻ്റ് ഇടണം, അതല്ലേ ഡെസിമൽ. അപ്പോൾ 3/10 എന്ന് പറഞ്ഞാൽ എന്താ? 0.3 ആണ്. പ്ലസ് 2/100 അല്ലേ? 2/100 എന്ന് പറഞ്ഞാൽ എന്താ? 0.02 പ്ലസ് 5/1000 0.005 അല്ലേ? പ്ലസ് 6/10,000 അല്ലേ? 6/6000 എന്ന് പറയുന്നത് എന്താണ്? 0.0006. അപ്പം ഒരു ഡെസിമൽ സംഖ്യ തന്നാൽ ഇങ്ങനെയാണ് അതിനെ ഫ്രാക്ഷൻ രൂപത്തിലേക്ക് എഴുതേണ്ടത്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊരു കാര്യം പഠിച്ചിരുന്നേ. എന്താ പറഞ്ഞത്? നമ്മളൊരു കാര്യം പറഞ്ഞിരുന്നു. 5/10 നമുക്ക് എങ്ങനെ എഴുതാം? 0.5. ഒരു 0 ആണ്, അപ്പോൾ ലെഫ്റ്റിക്ക് ഒരു പോയിൻ്റ് ഇട്ട് കൊടുക്കണം. 35/100 നമ്മളെങ്ങനെ പഠിച്ച്? 2 പൂജ്യങ്ങളാണുള്ളത്. സോ 2 സ്ഥാനങ്ങൾ കഴിഞ്ഞ് പോയിൻ്റ് ഇടണം അല്ലേ? അപ്പോൾ എന്ത് വരും? 0.35 എന്ന് വരും. ഓക്കെ, ഇനി വേറെ എക്സാമ്പിൾ എഴുതാം. 127/10,000. 4 പൂജ്യങ്ങളാണുള്ളത്. അപ്പം 4 സ്ഥാനങ്ങൾ കഴിഞ്ഞ് ലെഫ്റ്റിക്ക് പോയിൻ്റ് ഇടണം. അപ്പം 1 2 7 3 സ്ഥാനങ്ങളേ ആവുള്ളൂ. അപ്പം ഒരു സ്ഥാനം കൂടി കഴിഞ്ഞിടാൻ ഒരു 0 ഇട്ടിട്ട് എഴുതണം. ഓക്കെ, 3648/1000. 3 പൂജ്യമാണുള്ളത്. 3648. 3 സ്ഥാനങ്ങൾ കഴിഞ്ഞിട്ട് പോയിൻ്റ് ഇടാം. 3.648. ഇങ്ങനെയാണ് നമ്മൾ ഫ്രാക്ഷന് ഡെസിമൽക്കാക്കുന്നതും ഡെസിമൽ ഫ്രാക്ഷൻ ആക്കുന്നതും. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് അഡിഷനാണ്. ഡെസിമൽസിൻ്റെ അഡിഷൻ.
എങ്ങനെ ഡെസിമൽസിൻ്റെ അഡിഷൻ വരിക നമുക്ക് നോക്കാം. ഞാൻ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട്. 0.375 പ്ലസ് 3.686. അഡിഷന് ഡെസിമൽസിൻ്റെ അഡിഷൻ എഴുതുമ്പോൾ ശ്രദ്ധിക്കണം. 0.375 പ്ലസ് എങ്ങനെ എഴുതണം? പോയിൻ്റ് എവിടെയാണോ അതന്നെ സെയിം അതിൻ്റെ താഴെ എഴുതണം. എന്നിട്ട് റൈറ്റിലും ലെഫ്റ്റിലും വരുന്ന സംഖ്യകൾ എഴുതാം. ഓക്കെ, അപ്പോൾ 3.686 എന്ന് വരും അല്ലേ? ഇനി ഡയറക്റ്റ് പ്ലസ് ചെയ്യാം. 5 6 11 വരും, 7 8 15 വരും, 15 ഒരു 1 ഉണ്ട്, 16 വരും, 3 6 9 മേലെ ഒരു 1 ശിഷ്ടമുണ്ട്, 10 വരും. പോയിൻ്റ് അത് കഴിഞ്ഞ് നെക്സ്റ്റ് വരുമ്പോൾ എന്തെഴുതണം? പോയിൻ്റ് ഇടണം. ഓക്കെ, 0 3 ആണ്. പിന്നെ ഇവിടെ ഒരു ശിഷ്ടമുണ്ട് 4.061. ഇങ്ങനെയാണ് ഡെസിമൽസിൻ്റെ അഡിഷൻ ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 55.36 പ്ലസ് എങ്ങനെ എഴുതണം? ഡെസിമൽ വരുന്ന അവിടെ പോയിൻ്റ് വരുന്ന അവിടെ തന്നെ നെക്സ്റ്റിൻ്റെ പോയിൻറ്റും കൊണ്ടുവരണം. 1 8. ഓക്കെ, 6 8 14, 3 1 4 5, പോയിൻ്റ് 5 2 7 6, 67.54. പോയിൻ്റുകളെ അതേപോലെ ഇടണം. ഓക്കെ, 2.5 പ്ലസ് 1.25 അല്ലേ? ഇവിടെ 0 ഇട്ട് കൊടുക്കാം. ഇടണമെന്നില്ല, പെട്ടെന്ന് വലിയ കുറച്ചും കൂടി കഴിഞ്ഞ് കാൽക്കുലേഷൻസൊക്കെ എളുപ്പമായാൽ അതിൻ്റെ ആവശ്യം വരില്ല. നിങ്ങൾക്ക് എന്നാലും സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് 0 ഇട്ടിട്ട് തന്നെ ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്ത് വരും? 0 5 വരും. 6 2 7, 2 + 1 3.75. ഓക്കെ ആണോ? ഇങ്ങനെയാണ് ഡെസിമൽസിൻ്റെ അഡിഷൻ ചെയ്യുന്നത്. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് ഡെസിമൽസിൻ്റെ സബ്ട്രാക്ഷനാണ്. ഇതേപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ എക്സാമ്പിളായിട്ട് കൊടുത്തിട്ടുണ്ട്. സബ്ട്രാക്ട് 18.72 ഫ്രം 22.61. എന്തതിൻ്റെ മീനിങ്? 22.61 18.72 സബ്ട്രാക്ട് ചെയ്യണം, മൈനസ് ചെയ്യണം, അല്ലെങ്കിൽ കുറക്കണം. ഓക്കെ, 22.61 മൈനസ് 18.72. ഓക്കെ, എല്ലാവർക്കും സബ്ട്രാക്റ്റൊക്കെ ചെയ്യാൻ അറിയും വിചാരിക്കുന്നത്. എന്നാലും പറയാം. 11 2 മൈനസ് ചെയ്യാൻ കഴിയില്ല. സോ ഇവിടെ 5 വരും, 11 വരും. 11 2 പോയാൽ 9. 5 7 പോകാൻ കഴിയില്ല. സോ ഇവിടുന്ന് കടെടുക്കും. 1 15. 15 7 പോയാൽ 8. പോയിൻ്റ് അതേപോലെ ഇറക്കിടുക. ഇവിടെ 1 8 പോല വീണ്ടും കടെടുക്കുക. 11 മൈനസ് 8 3. 1 1 0. അത് എഴുതണമെന്നില്ല. അപ്പോൾ എന്താ ആൻസർ വരും? 3.89 എന്ന ആൻസർ വരും. ഓക്കെ, പ്ലസ് ചെയ്ത പോലെ തന്നെയാണ്. ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ട, പോയിൻ്റുകൾ ഒരേപോലെ എഴുതാൻ നോക്കണം.
ഒരു ക്വസ്റ്റ്യനും കൂടി ചെയ്യാം. 2.5 മൈനസ് 1.25. ഇവിടെ 2 ഡെസിമൽ കഴിഞ്ഞിട്ട് 2 സംഖ്യകളുണ്ട്. സോ ഇവിടെയും 2 സംഖ്യകളാക്കി വെക്കാം. ഓക്കെ, ഇനി എന്താ ചെയ്യാം? ഇനി മൈനസ് ചെയ്യാം. മൈനസ് ചെയ്യുമ്പോൾ 0 മൈനസ് 5 ആണ്. സോ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ കട എടുക്കണം. 10 മൈനസ് 5 5 വരും. 4-ന്ന് 2 പോയാൽ 2 വരും. 2-ന്ന് 1 പോയാൽ 1 വരും. പോയിൻ്റ് അതേപോലെ ഇറക്കിയിടണം കേട്ടോ. 1.25 കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സബ്ട്രാക്റ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ 134.52 മൈനസ് 2.41 ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ഉണ്ട് വിചാരിക്കുക. 2.41 ഇതെങ്ങനെ ചെയ്യും? സിമ്പിളാണ്. സാധാരണ ചെയ്യുന്ന പോലെ തന്നെ 2-ന്ന് 1 കുറച്ചാൽ 1, 5-ന്ന് 4 കുറച്ചാൽ 1, പോയിൻ്റ് അതേപോലെ ഇടുക. 4-ന്ന് 2 പോയാൽ 2, 3 അതേപോലെ ഇറക്കിയിടാം. ഓക്കെ, ഇങ്ങനെയാണ് അപ്പം ഡെസിമൽ സംഖ്യകളുടെ സബ്ട്രാക്ഷൻ വരുന്നത്.